എറണാകുളം ബ്രോഡ്വേയിലെ തീപിടുത്തം മുന്നറിയിപ്പുകളെ അവഗണിച്ചതിലുള്ള പ്രത്യാഘാതമെന്ന് വിലയിരുത്തൽ. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ 5 മാസം മുൻപേ വലിയ സുരക്ഷാ വീഴ്ച കണ്ടെത്തി. റിപ്പോർട്ട് ചെയ്തെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. എറണാകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ബ്രോഡ്വേ മാർക്കറ്റിൽ 12 കടകൾ കത്തിനശിച്ച തീപിടുത്തം വിരൽ ചൂണ്ടുന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ്. ബ്രോഡ്വേയിലേക്ക് ജനങ്ങൾ ഇരച്ചെത്തുന്ന ക്രിസ്മസ് സീസൺ കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് തീപിടുത്തമുണ്ടായത്. തലനാരിഴയ്ക്കാണ് 100 കണക്കിന് ജീവനുകൾ രക്ഷപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കൊളുത്തറ വ്യാപാര സമുച്ചയം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിൽ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ 5 മാസം മുമ്പേ വലിയ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയിരുന്നു. ജൂലൈയിലാണ് പരിശോധന നടത്തിയത്. ഷോർട്ട് സർക്യൂട്ട് തടയുന്നതിനുള്ള ELCB സംവിധാനങ്ങൾ പോലുമില്ലാതെ കടകൾ പ്രവർത്തിക്കുന്നതായാണ് ജൂലൈയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച കണ്ടെത്തിയ 500ഓളം കടകളുടെ ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ട് അധികൃതർക്ക് നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മാസം ക്രിസ്മസ് വിപണിക്ക് മുന്നോടിയായി മേത്തർ ബസാറിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലും ഗുരുതര വീഴ്ച കണ്ടെത്തിയിരുന്നു. തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി, KSEB, ഫയർഫോഴ്സ്, ഹസാർഡ് അനലിസ്റ്റ്, ബന്ധപ്പെട്ട മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് സമിതിയിലുള്ളത്. അടിയന്തരമായി മാർക്കറ്റുകളും തീപിടുത്തത്തിന് സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങളും സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. വേനൽക്കാലത്തിന് മുൻപായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രത്യേക മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കണം. പ്രദേശത്തെ സ്കൂളുകൾ, ആശുപത്രികൾ, മാർക്കറ്റ്, പാഴ്വസ്തു ശേഖരണ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ജനുവരി 15-നകം ഫയർ ഓഡിറ്റിംഗ് നടത്തണം. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കണം. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഫയർ ഹൈഡ്രന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ ബ്രോഡ്വേയിലും ആലുവയിലുമാണ് ഇവ സ്ഥാപിക്കുക. ജനം, കൊച്ചി.